ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്ളോഗിങ്ങിനോട് ഇഷ്ടം കൊണ്ട് ഞാൻ തുടങ്ങിയ ചാനലാണ്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഭൂരിഭാഗം പേര് നീറ്റ് ആസ്പിറൻസ് ആയതുകൊണ്ടാണ് എനിക്ക് കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ശരിക്കും എനിക്കിഷ്ടം ഒരു വ്ളോഗർ ആവാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇവിടെ എറണാകുളത്ത് നിന്ന് കൊല്ലം വരെ പോകുന്നൊരു കുഞ്ഞ് ട്രാവലിംഗ് വ്ളോഗെന്നും പറയാം. അപ്പോൾ ശരി ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മളുടെ കോളേജ്. ഇവിടെയാണ് ക്ലാസ്സൊക്കെ നടക്കുന്നത്. അത് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ മെയിൻ വ്യൂ. അതായത് നമ്മൾ എൻട്രൻസിലൂടെ വരുമ്പോൾ ഉള്ള വ്യൂ ഇതാണ് കേട്ടോ എൻട്രൻസ്. സ്റ്റോപ്പിലെത്തി ഗൈസ്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കേണ്ടി വരും. നമ്മുടെ പിള്ളേർ പറയുന്നത് എപ്പോഴും മുകളിലൂടെ 4 ഫ്ലൈറ്റ് പോയാലേ ഇവിടെ ബസ് കിട്ടത്തുള്ള കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ട് അടുത്താണ് കേട്ടോ. നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ മുകളിലൂടെ 4-5 ഫ്ലൈറ്റ് പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു വ്ളോഗറാവാൻ ഇത്രയും ഇങ്ങനെ ധൈര്യമൊന്നും പോരാ കേട്ടോ. ചുറ്റുമുള്ളവരൊക്കെ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ശരിക്കും നല്ല കോൺഫിഡൻസ് വേണം. എന്തായാലും ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അധികം നിൽക്കേണ്ടി വന്നില്ല ഗൈസ്. അപ്പോൾ തന്നെ ബസ് കിട്ടി. ശരിക്കും എറണാകുളത്ത് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ ഇത്ര ഹരിതാഭയുള്ള സ്ഥലമാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ നമ്മുടെ കോളേജ് നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. ഭയങ്കര നെൽകൃഷിയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് പോലും കണ്ടിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ഒത്തിരി ഫ്ലാറ്റും സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്, ഇല്ലെന്നല്ല. അപ്പോൾ അതാണ്ട് കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ് ഞാൻ. അങ്ങനെ നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടി. ഗവൺമെൻറ്റിൻ്റെ സ്വന്തം വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഫൈനലി കേൾക്കുന്ന എൻ്റെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂറിൽ കൂടുതലായി. 11:30 വരേണ്ട ട്രെയിനായിരുന്നു ഗൈസ്. ലേറ്റ് ആയിട്ട് ഇപ്പോൾ 2 മണിക്കാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ആശ്വാസം, ഫൈനലി ട്രെയിൻ വരുവാണ്. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് അപ്പോൾ 2-2.5 മണിക്കൂർ എന്നെ ഇരുത്തി മുഷിപ്പിച്ചത് VVIP വന്നിട്ടുണ്ട്. നേത്രാവതിയാണ് കേട്ടോ ഗൈസ് ട്രെയിൻ. 11:30 വരേണ്ട ആളായിരുന്നു. ഇപ്പോൾ വന്നത് 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. താഴെ എങ്ങും സീറ്റ് കിട്ടാഞ്ഞിട്ട് ഞാൻ വലിഞ്ഞു കയറി മുകളിലിരിക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒരു ടെൻഷനിലിരിക്കുകയാണ് ഗൈസ്. കാരണം താഴെ ഫുള്ള് സീറ്റിലും ആളിരിപ്പുണ്ട്. അന്നേരം എങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു ഇതിലിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഇറങ്ങി താഴെ എത്തി ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ എത്താൻ പോവുകയാണ്. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഗൈസ്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ആ ഒരു വികാരം മനസ്സിലാവും. അങ്ങനെ സ്റ്റേഷൻ എത്തിപ്പോയി. ഇപ്പം ഞാൻ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ഗ്രാമമാണ്, മുനിസിപ്പാലിറ്റി ഒന്നും അല്ല. നമ്മൾ കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ട് എൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാനൊരു കൊല്ലംകാരിയാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ സ്ഥലം അതാണ്, കരുനാഗപ്പള്ളിയാണ് കേട്ടോ ഗൈസ് എൻ്റെ സ്റ്റേഷൻ. സാധാ അച്ഛനാണ് വിളിക്കാൻ വരാറ്. ഇന്ന് അച്ഛൻ്റെ ട്രിവാൻഡ്രത്ത് ഒരു കല്യാണമുണ്ട്. അപ്പോൾ എന്നോട് ബസ് കയറിയിട്ട് എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ, കുറച്ചും കൂടെ ദൂരമുണ്ട്. അവിടെ നിന്ന് അച്ഛൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ എത്തും. അപ്പോൾ ബാക്കി കാണിക്കാം. എൻ്റെ അച്ഛനെ കാണണ്ടേ? അപ്പോൾ ഗൈസ്, എപ്പോഴും അച്ഛനാണ് കേട്ടോ വിളിക്കാൻ വരുന്നത്. ഇത് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ബസ്സിൽ കയറി പോകുന്നത്. കുറച്ച് നാൾക്ക് ശേഷം എന്നല്ല, ആകെ ഒരു വട്ടം ഞാൻ ബസ്സിൽ കയറി പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നെൻ്റെ 4ാമത്തെ ബസ്സാണ് കേട്ടോ. സാധാ ഈ ഒരു ബസ് നമുക്ക് ഒഴിവാക്കായിരുന്നു അച്ഛൻ വന്നായിരുന്നെങ്കിൽ. അടുത്ത ബസ്സിൽ കയറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അടുത്ത ബസ്സിലും കയറിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അച്ഛൻ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ ഞാനും ബൈക്കിലാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വീട്. അത്യാവശ്യം തിരക്കുണ്ട്, കാരണം എൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിലൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഈ തിരക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വീട്. അപ്പോൾ ഈ ട്രോഫികളൊക്കെ എനിക്ക് 10th-ലും +2-ലും ഒക്കെ ഫുൾ A+ കിട്ടിയതിൻ്റെയാണ് കേട്ടോ ഗൈസ്. എൻ്റെ അനിയത്തിയുടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇന്ന് സൈൻ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.